ഹിന്ദു മതവിശ്വാസ പ്രകാരം 3 വർഷത്തിലൊരിക്കൽ മാത്രം വരുന്ന അധികമാസത്തിലെ പുരുഷോത്തമ മാസത്തിലെ കൃഷ്ണപക്ഷത്തിലാണ് പരമ ഏകാദശി വരുന്നത്. വിഷ്ണു ഭഗവാന്റെ അനുഗ്രഹവും മോക്ഷവും നേടാനായി ഭക്തർ ഈ പുണ്യദിനം വ്രതമനുഷ്ഠിക്കുന്നു. പരമ ഏകാദശിയുമായി ബന്ധപ്പെട്ട പ്രധാന വിവരങ്ങൾ: തീയതി ജൂൺ 11, 2026. ഏകാദശി തിഥി ആരംഭം ജൂൺ 11, 2026 12:57 AM. ഏകാദശി തിഥി അവസാനം ജൂൺ 11, 2026 10:36 PM. വ്രതം മുറിക്കേണ്ട സമയം ജൂൺ 12, 2026 5:23 AM മുതൽ 8:10 AM വരെ. വ്രതാനുഷ്ഠാനങ്ങളും പ്രാധാന്യവും ഐതിഹ്യവും: കുബേരൻ തൻ്റെ ഐശ്വര്യവും സമ്പത്തും വീണ്ടെടുക്കാൻ ഈ ഏകാദശി വ്രതം അനുഷ്ഠിച്ചതായി പുരാണങ്ങൾ പറയുന്നു. ആരാധന: വിഷ്ണു ഭഗവാനെ ഭക്തിയോടെ ആരാധിക്കുകയും ദരിദ്രർക്ക് അന്നദാനം നടത്തുകയും ചെയ്യുന്നത് വളരെ ഉത്തമമായി കണക്കാക്കപ്പെടുന്നു. ഇതിലെ അറിഞ്ഞിരിക്കേണ്ട നിയമങ്ങൾ: വിശ്വാസമനുസരിച്ച് പൂർണ്ണമായ ഉപവാസത്തോടെയോ അല്ലെങ്കിൽ പഴങ്ങളും പച്ചക്കറികളും മാത്രം ഉൾപ്പെടുത്തി വ്രതം സനാതനധർമ്മത്തിൽ പരമ ഏകാദശിക്ക് പ്രത്യേക പ്രാധാന്യമുണ്ട്. ഭഗവാൻ വിഷ്ണുവിൻ്റെ പ്രിയപ്പെട്ട മാസമായ പുരുഷോത്തമ മാസത്തിൽ 3 വർഷത്തിലൊരിക്കൽ വരുന്ന പുണ്യദിനമാണിത്. ഭഗവാൻ വിഷ്ണുവിന് സമർപ്പിച്ചിരിക്കുന്ന ഈ ഏകാദശി ഭക്തി, തപസ്, സേവനം, ദാനധർമ്മം എന്നിവയിലൂടെ ജീവിതം ശുദ്ധവും ഐശ്വര്യപൂർണവുമാക്കുന്നതിനുള്ള സന്ദേശം നൽകുന്നു. വേദങ്ങൾ അനുസരിച്ച് പരമ എന്നാൽ ഏറ്റവും മികച്ചതും ആത്യന്തിക ക്ഷേമം നൽകുന്നതുമെന്നാണ് അർത്ഥമാക്കുന്നത്. ഈ ദിവസം ഭക്തിയോടെ ഉപവാസം, ആരാധന, ജപം, ദാനം എന്നിവ ചെയ്യുന്നത് പ്രത്യേക പുണ്യഫലങ്ങൾ നൽകുകയും ജീവിതത്തിലെ പല പ്രശ്നങ്ങൾ ലഘൂകരിക്കുകയും ചെയ്യുമെന്ന് വിശ്വസിക്കപ്പെടുന്നു. ഈ ഏകാദശി മനസ്സിനെയും വാക്കുകളെയും പ്രവൃത്തികളെയും ശുദ്ധീകരിക്കുകയും ഭക്തനെ നീതിയുടെയും മോക്ഷത്തിൻ്റെയും പാതയിലേക്ക് നയിക്കുകയും ചെയ്യുന്നു. പരമ ഏകാദശിയുടെ പ്രാധാന്യം: മതവിശ്വാസങ്ങൾ അനുസരിച്ച് ഭഗവാൻ വിഷ്ണുവിൻ്റെ പ്രത്യേക അനുഗ്രഹം ലഭിക്കുന്നതിനുള്ള ഏറ്റവും നല്ല മാർഗമാണ് പരമ ഏകാദശി വ്രതം. ഈ പുണ്യതിഥിയിൽ ഭഗവാൻ വിഷ്ണുവിനെ ആരാധിക്കുകയും ദരിദ്രർക്കും നിസ്സഹായർക്കും ദാനം ചെയ്യുകയും ചെയ്യുന്നത് വീടിനും കുടുംബത്തിനും സന്തോഷം, സമാധാനം, സമൃദ്ധി എന്നിവ കൊണ്ടുവരുന്നു. ഈ ദിവസം വ്രതം അനുഷ്ഠിക്കുകയും ആത്മാർത്ഥമായ ഹൃദയത്തോടെ ദാനം ചെയ്യുകയും ചെയ്യുന്ന ഭക്തർ പോസിറ്റീവ് എനർജിയാൽ നിറയുകയും പുണ്യം നേടുകയും ചെയ്യുമെന്നാണ് പറയപ്പെടുന്നത്. ആത്മശുദ്ധീകരണം, ആത്മനിയന്ത്രണം, സേവന മനോഭാവം എന്നിവ വളർത്തിയെടുക്കാനുള്ള ഒരു അവസരം കൂടിയാണ് പരമ ഏകാദശി. ദാനത്തെയും സേവനത്തെയും ഏറ്റവും പുണ്യകരമായ പ്രവൃത്തികളായി വേദങ്ങൾ വിശേഷിപ്പിക്കുന്നു. ദാനത്തെ പരാമർശിക്കുന്ന സ്കന്ദപുരാണം ഇങ്ങനെ പറയുന്നു: ന്യായോപർജിത വിത്തസ്യ ദശാംശേന ധീമത കർത്തവ്യോദ വിനോഗ്യച്ച ഈശ്വര പ്രത്യർത്ഥമേവ ച. അതായത്, ജ്ഞാനിയായ ഒരാൾ തൻ്റെ സത്യസന്ധമായ സമ്പത്തിൻ്റെ ഒരു ഭാഗം ദൈവപ്രീതിക്കും ജനങ്ങളുടെ ക്ഷേമത്തിനും വേണ്ടി നീക്കിവെക്കണം. പരമ ഏകാദശി ദിനത്തിൽ സേവനത്തിനുള്ള ഒരു പുണ്യാവസരം. ഈ പരമ ഏകാദശി ദിനത്തിൽ ദരിദ്രർക്കും നിസ്സഹായർക്കും അശരണർക്കും അഗതികൾക്കും വികലാംഗ കുട്ടികൾക്കും ഭക്ഷണം നൽകുന്നതിനായി സംഭാവനകൾ നൽകുകയും ഭഗവാൻ വിഷ്ണുവിൻ്റെ അനുഗ്രഹം നേടുകയും ചെയ്യുക. ഈ ശുഭകരമായ അവസരത്തിൽ സേവനം, ഭക്തി, ദാനധർമ്മം എന്നിവയിലൂടെ നിങ്ങളുടെ ജീവിതം പുണ്യകരവും അർത്ഥപൂർണവുമാക്കുക. ഭഗവാൻ വിഷ്ണുവിൻ്റെ അനുഗ്രഹം എല്ലാവർക്കും ഉണ്ടാകട്ടെ.